ഞാൻ ഡോക്ടർ വിജയകുമാർ, ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കുട്ടികളുടെ വിഭാഗത്തിലെ പ്രൊഫസറാണ്. ഏപ്രിൽ മാസം 2-ാം തീയതി എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും ചേർന്നിട്ട് നമ്മളുടെ ഓട്ടിസം ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഓട്ടിസം എന്നാൽ നമ്മുടെ കുട്ടികളുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച, അതിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, അതാണ് യഥാർത്ഥത്തിലുള്ള, അതൊരു രോഗമായിട്ട് നമുക്ക് പ്രത്യേകിച്ചെടുത്ത് പറയാൻ പറ്റില്ല, ഒരു അവസ്ഥയാണ്. കുട്ടിയുടെ മസ്തിഷ്ക വളർച്ചയുടെ ഒരു വ്യതിയാനം. അത് പ്രധാനമായിട്ടും നമ്മുടെ വളർച്ചയുടെ 2 ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത്. ഒന്ന്, നമ്മൾ ആശയവിനിമയം നടത്താൻ, നമ്മളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ ബാക്കിയുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു ആശയവിനിമയം നടത്തണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ. അതും പിന്നെ നമ്മളുടെ വികാരങ്ങൾ, ഇമോഷൻസ്, ഇതെല്ലാം നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ ഒരു ലാംഗ്വേജ്. ഇത് പറയുന്ന സംസാരത്തിൽ കൂടെ ആകാം, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയുടെ ആക്ഷൻസ്, ഓരോ കൈക്രിയകളൊക്കെ കാണിക്കുക, അല്ലെ കണ്ണുകൊണ്ട്, അല്ലെ മുഖത്തിൻ്റെ ഭാവവ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മുടെ ആശയങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയെ നമുക്ക് അമ്മ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ശേഷി ആയിട്ടില്ല, പക്ഷേ അവരെന്ത് ചെയ്യും? കൈ നീട്ടി കാണിക്കും, എന്നെ ഒന്ന് എടുത്തോ. അതൊരു ഒരു ഒരു നമ്മുടെ ഒരു ആശയവിനിമയം നടത്തുകയാണ്. അത് ആ സോഷ്യലൈസേഷനാണ്. ഇപ്പോൾ അമ്മ ഒരു കൊച്ചിനെ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കൊച്ച് ചിരിക്കുകയോ അല്ലെങ്കിൽ അതൊരു സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്യും. അതാണ് നമ്മുടെ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെ ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം. അത് ആശയങ്ങളാകാം അല്ലെങ്കിൽ വികാരങ്ങളാകാം. അതിൽ തകരാറ് വരിക. അതല്ലെങ്കിൽ അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ ഒരു തരം ആക്ടിവിറ്റീസ്, ഒരു തരം ചിട്ടയോടെ ഒരേപോലെ ചെയ്യുന്ന കുറേ സ്വഭാവങ്ങൾ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. അത് ചിലപ്പം സംസാരത്തിലായിരിക്കും. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ ഉടനെ എൻ്റെ പേരെന്താ അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു കുട്ടി എപ്പോഴും നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു മോട്ടോർ, ഒരു ആക്ടിവിറ്റിയാണ്. അതിങ്ങനെ, അല്ലെങ്കിൽ കൈ കൊട്ടിക്കൊണ്ടിരിക്കുക, അല്ലെ വിരലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് ഒരേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല, പക്ഷേ കുട്ടി അതേപോലെ ആക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള മേജർ 2 ഉള്ള വളർച്ചയുടെ അവസ്ഥാവിശേഷങ്ങളാണ് ഈ അസുഖം വരുമ്പോൾ കാണുന്നത്. അത് പല ആൾക്കാർക്കും അതിൻ്റെ കൂടെ അതിൻ്റെ ഭാഗങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നതിൻ്റെ ഒരു കാഠിന്യം പല രീതിയിലായിക്കൊണ്ടിരിക്കാം, പല രീതിയിലാകാം. അപ്പോൾ അതനുസരിച്ച് ഈ അസുഖത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഈ ആശയവിനിമയത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും നമ്മൾ കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കേൾവി കുറവാണെന്ന്. യഥാർത്ഥത്തിൽ അവർ കേട്ടാലും അതിനോട് ആ തലച്ചോറിലേക്ക് ആ ഒരു മെസ്സേജ് ചെല്ലാതെ അതിനെ അവരങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പേര് വിളിച്ചാലും തിരിഞ്ഞു നോക്കത്തില്ല, ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഒരു സാധനം ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാത്രം ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ ഒരു കാർണർ എന്ന് പറഞ്ഞൊരു സൈക്കാട്രിസ്റ്റാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഒരു 10-11 പിള്ളേരെ പുള്ളി നേരെ ഇത് ഒബ്സർവ് ചെയ്ത് നോക്കി. അവരുടെ ബുദ്ധിവികാസത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷെ അവർ ആശയവിനിമയങ്ങളിൽ വളരെ ലോപിച്ചിട്ട് അവരിലേക്ക് തന്നെ ചുരുങ്ങി. അങ്ങനെയാണ് ഓട്ടിസം എന്ന പേര് വന്നത്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വന്തം, തന്നിലേക്ക് തന്നെ ചുരുങ്ങുക, ബാക്കിയുള്ളവരുമായിട്ട് യാതൊരു ഇടപഴകലും ഇല്ലാതായി ഒരു ഗ്ലൂമി ആയിട്ട് ഒരറ്റത്തിരുന്ന് ഒരേപോലെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ശരിക്കുള്ള ഓട്ടിസത്തിൻ്റെ ഉറവിടം. അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണങ്ങൾ ബ്രെയിൻ വളരുമ്പം നമുക്കൊരു കുട്ടിയുടെ ബ്രെയിൻ ഒരു പാരച്യൂട്ട് പോലെയാണ്. നമ്മൾ താഴേക്ക് വരുമ്പോൾ അത് വികസിച്ച് വരണം. അപ്പോൾ അതിന് പകരം കുറച്ച് ഭാഗം ഓപ്പൺ ആകും, കുറച്ച് ഭാഗം അടഞ്ഞിരിക്കും. അപ്പോൾ അടഞ്ഞിരിക്കുന്ന ഭാഗത്തെ ജോലികളെല്ലാം മോശമാകും, തുറന്നിരിക്കുന്ന ഭാഗം സാധാരണ ഉള്ളതിൽ കൂടുതൽ വലുതാവും. അതേപോലെ ബ്രെയിനിൻ്റെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കുറഞ്ഞു പോയിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം കൂടുതൽ ജോലി ചെയ്യുക. അപ്പോൾ നമ്മളിത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു സൂപ്പർ ഓട്ടിസ്റ്റിക് ബിഹേവിയർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പിള്ളേർ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രത്തിൻ്റെ പേര് പറയാം, അല്ലെ തലസ്ഥാനത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരൊക്കെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അതേപോലെ തന്നെ നമ്പർ, ഇതുവരെ 1-ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ലാത്ത കുറിച്ച് 1 മുതൽ 1000 വരെ ഒരു തടസ്സവും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ബ്രെയിനിൻ്റെ ആ കാൽക്കുലേഷൻ്റെ ഭാഗം മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒരു തരം സ്വഭാവ വ്യത്യാസം അതിനകത്ത് വരുന്നത്.
പിന്നെ റിപ്പീറ്റഡ് ആയിട്ടൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു കളിപ്പാട്ട് എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ വാങ്ങിച്ചു കൊടുത്ത് അത് എല്ലാവരും പിള്ളേർ ഓടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഈ ഓട്ടിസം ഉള്ള പിള്ളേർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിനോട് മാത്രം അവരിങ്ങനെ നോക്കി അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ അഴിച്ച് റിപ്പയർ ചെയ്ത്, അല്ലാതെ ഇങ്ങനെ എപ്പോഴും കറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അവർ ആ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് ഒഴിവാക്കും. ഇതൊക്കെയാണ് നമ്മൾ എളുപ്പം. പിന്നെ സംസാരം ഒരു കാരണവശാലും നമ്മളിപ്പോൾ ഒരു കുട്ടി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുക്കുക അവർക്കൊരു ആവശ്യമുണ്ട്, അവർ നേരെ കണ്ണിൽ തുറിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കും. എനിക്ക് മൂത്രം ഒഴിക്കണം, അല്ലെ വിശക്കുന്നു, കണ്ണ് തുറന്നാണ്. ഇപ്പം നമ്മൾ അടുത്തുള്ള ആളിനിടയ്ക്ക് ആ ഒരു ബോഡിയുടെ ഒരു ലാംഗ്വേജ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ്, ആ കമ്മ്യൂണിക്കേഷനെ കാണൂല, ചുമ്മാ അണങ്ങാതെ കിടക്കും, ഒരു ആക്ടിവിറ്റീസും ഇല്ല. അപ്പം അങ്ങനെയുള്ള അല്ലെ സംസാരം വരുന്നേ ഇല്ല. 2 വയസ്സ് 1.5 വയസ്സായിട്ടും അച്ഛാന്നോ അമ്മയെന്നോ ഒരു അക്ഷരം പോലും പറയാതിരിക്കുക. അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക. ഇവരെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സ്പെഷ്യലായിട്ടുള്ള ചികിത്സകളുണ്ട്. അത് എത്രയും നേരത്തെ കണ്ടുപിടിച്ചോ നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആകുന്ന ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിൻ്റെ ഏത് ഭാഗമാണോ പ്രവർത്തിക്കാതിരിക്കുന്നത് ആ ഭാഗത്തിനെ നമ്മൾ ഉത്തേജിപ്പിച്ച് വെളിയിൽ നിന്ന് ഉത്തേജിപ്പിക്കുന്നതിനുള്ള ചികിത്സാ വിധികളുണ്ട്. ഇപ്പം സംസാരം എല്ലാത്തന്നെ നമ്മൾ സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. അതല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളിനാണ് വരയ്ക്കാനും എഴുതാനും ഇതൊക്കെ അറിയാൻ പറ്റാണ് അവരെ ആ ആർട്ട് ശീലിപ്പിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരം ചികിത്സകളുണ്ട്. അപ്പോൾ ആ ചികിത്സ നമുക്ക് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് ആൾമോസ്റ്റ് ഒരു സാധാരണ ഉള്ള കുട്ടിയുടെ വളർച്ചയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിക്കുക, അവരെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവരിക, അവരെ നോർമലായിട്ട് അവരുടെ ഒരു ജീവിതം സ്റ്റൈൽ ബാക്കിയുള്ള കുട്ടികളെ പോലെ ആക്കിയെടുക്കാൻ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. ഇതിനു വേണ്ടി നമ്മളെ മാതാപിതാക്കളും കുട്ടികളുമായിട്ട് ഇടപെടുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ അസുഖമുള്ള കുട്ടികളെ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതാണ് എൻ്റെ മെസ്സേജ്. ഈ വർഷത്തെ ഓട്ടിസം ഡേയുടെ മെസ്സേജായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു.